CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ച് ഈ വരുന്ന സൂപ്പർ കപ്പ് വളരെ നിർണായകമാണ്. കാരണം നിലവിൽ ISLലെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും വളരെ ആകാംക്ഷയിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മെയിൻ ടീം ഇറങ്ങുമ്പോൾ കപ്പ് മാത്രം ലക്ഷ്യം വെച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഷിങ്ലോങ് ലെജോങ്ങും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും ജംഷഡ്പൂർ എഫ്സിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രൂപ്പിലെ മറ്റു 3 ടീമുകൾ. ഈ 3 ടീമുകളും ശക്തമായ ടീം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ച് ആകാംക്ഷയിലാണ്. ജനുവരി 10-ാം തീയതി ബുധനാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഷിങ്ലോങ് ലെജോങ്ങിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരം. ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം ജനുവരി 15-ാം തീയതി ജംഷഡ്പൂരിനെതിരെയാണ്. ഗ്രൂപ്പിലെ അവസാന ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കാൻ പോകുന്നത് ജനുവരി 20-ാം തീയതിയാണ്. പക്ഷേ ജനുവരി 9-ാം തീയതി നടക്കാൻ പോകുന്ന ഈ ഒരു സൂപ്പർ കപ്പ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3 സൂപ്പർ താരങ്ങൾ ഉണ്ടാവില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്നതാണ്. രാഹുൽ KP, ഇഷാൻ പണ്ഡിത, പ്രീതം കോട്ടാൽ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പ് മത്സരത്തിൽ കളിക്കാൻ ഉണ്ടാവാത്ത താരങ്ങൾ. ഈ 3 താരങ്ങളെയും ഏഷ്യൻ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 3 താരങ്ങൾക്കും സൂപ്പർ കപ്പിൽ കളിക്കാൻ സാധിക്കാത്തത്. ജനുവരി 13-ന് ഓസ്ട്രേലിയക്കെതിരെയാണ് ഏഷ്യൻ കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഏതായാലും സൂപ്പർ കപ്പിലെ മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.